ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മുട്ട ചമ്മന്തിയാണ്. അതിനായി 3 മുട്ട പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കടായി അടപ്പത്തേക്ക് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോണത് 2 വലിയ സബോള കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത്. ഇത്രയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇപ്പോൾ അതിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് സബോള കരിഞ്ഞു പോകും. ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇടാൻ പോണത് മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് അതിൻ്റെയും ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ വെള്ളം ചേർക്കാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം അത് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു മസാല മണം കിട്ടാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചുള്ള മുട്ട കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ്ട് ചമ്മന്തി പൊടിക്കുന്നത് പോലെ ഇങ്ങനെ നല്ലപോലെ ഇളക്കാണ്. ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും ഒക്കെ കൂടെ ഈ ഒരു മസാലയിൽ മിക്സായിട്ട് വരികയാണ്. ഞാൻ ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു വെച്ച് ഒന്ന് ചെറുതീയിൽ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ലിഡൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ഇതേ കറി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മുടെ മുട്ടര മഞ്ഞയും ഒക്കെ നല്ല മസാല പിടിച്ച് നല്ല മുട്ട ചമ്മന്തി ആയിട്ടുണ്ട്. ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.